ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ ഒളിമ്പ്യാഡിൻ്റെ NSCGSൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ള നമുക്ക് NSCGSന് ഇനി മുന്നേ ഉള്ളത്. സോ നമുക്ക് NSCGSന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ട്. സോ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെവല്യൂഷൻസ് ഉണ്ട് അല്ലേ, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ, പിങ്ക് റെവല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെസ്റ്റുകളുണ്ട് അല്ലേ, നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിക്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡ്സുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പെസ്റ്റുകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫെർട്ടിലൈസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 തന്നിട്ടുള്ളത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ മെയ്ഡ് കെമിക്കലും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും ആണ് യൂസ് ചെയ്യാന്ന് പറയുന്നത്. ശരിയല്ലേ, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഫെർട്ടിലിറ്റി ലൈക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക എങ്ങനെയാണ്, ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോഴാണ്. ലൈക്ക് നമ്മൾ NPK ഇങ്ങനെയുള്ള മിക്സേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, യൂറിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ, അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. റിക്വയർഡ് എമൗണ്ടിൽ പ്ലാന്റ്സിന് എന്ത് വേണം, ന്യൂട്രിയൻസ് വേണം. അതിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഫെർട്ടിലൈസറും ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. യൂറിയ അമോണിയം സൾഫേറ്റ് പൊട്ടാഷ് ആർ സം ഇമ്പോർട്ടൻറ്റ് ഫെർട്ടിലൈസർ. അതായത് അമോണിയം സൾഫേറ്റ്, യൂറിയ, പൊട്ടാഷ് ആർ സം ഇമ്പോർട്ടൻറ്റ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയും. ഇതെല്ലാം എന്താണ്, കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ്. യൂറിയ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അമോണിയം സൾഫേറ്റ് ആണെങ്കിലും പൊട്ടാഷ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇതൊക്കെ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ്. ഇതും ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇറ്റ്സ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ബട്ട് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നുള്ളത് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ ട്രൂ, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 is not the correct explanation of statement 1 എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ഓപ്ഷൻസ് ആവാനാണ് ചാൻസ്. ഇനി നമ്മൾ നോക്കാം, ഇത് ഫെർട്ടിലൈസേഴ്സിനും ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസിനും കുറിച്ചാണ് പറയുന്നത്. അത് ഫെർട്ടിലിറ്റി കൂട്ടുന്നാണ് പറയുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള റീസൺ ഫെർട്ടിലിറ്റി എങ്ങനെ കൂട്ടുന്നു എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ബട്ട് ഇത് ഫെർട്ടിലിറ്റി കൂട്ടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. സോ കറക്റ്റായുള്ള റീസൺ ആയിട്ടില്ല അത് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈസിലി നമുക്ക് എന്ത് വരാം, നമുക്ക് ഓപ്ഷൻ ബിയിലേക്കാണ് നമുക്ക് വരാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. മെനി ഇൻസെക്ട്സ് ആർ സീരിയസ് പെസ്റ്റ് ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്. സാപ്പ് സക്കിംഗ് ഇൻസെക്ട്സ് can be controlled by spraying systemic insecticides like. അതായത് സാപ്പ് സക്കിങ് ആയിട്ടുള്ള ഇൻസെക്ട്സ് ഉണ്ട്. സാപ്പ് സക്കിങ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റിനകത്തുള്ള അതിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് സക്ക് ചെയ്തെടുക്കുന്ന ആൾക്കാരെയാണ് സാപ്പ് സക്കിങ് ഇൻസെക്ട്സ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഒരുപാട് പെസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പെസ്റ്റുകൾ നമ്മുടെ ക്രോപ്പ് പ്ലാന്റ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഇൻസെക്ട്സിനെ നമ്മൾ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ കില്ല് ചെയ്യാനാണ് നമ്മൾ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുക. അത് സിസ്റ്റമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വേയിലൂടെ നമ്മൾ അവരെ കില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് എന്ന് വിളിക്കുക. അത് പ്രോപ്പറായിട്ടുള്ള വേയിലൂടെ നമ്മൾ ആ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് അവരെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് എന്നാണ് വിളിക്കുക. ആ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ക്ലോറോപൈറിഫോസ് തന്നിട്ടുണ്ട്, മാലത്തിയോൺ തന്നിട്ടുണ്ട്. മാലത്തിയോണൊക്കെ ഒരു പെസ്റ്റിസൈഡ് ആണ്, ഇൻസെക്ടിസൈഡ് പോലെയുള്ള ഇൻസെക്ടിസൈഡ് ആണ് മാലത്തിയോൺ എന്ന് പറയുന്നത്. ഇനി മെറ്റാസിസ്റ്റോക്സ്, അതുപോലെ തന്നെ ക്ലോറ ആൻട്രാനിലിപ്രോൾ എന്ന് പറയുന്ന നമ്മളുടെ വേറൊരു കെമിക്കൽ കൂടി തന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സിസ്റ്റമിക് ആയിട്ടുള്ള, അതായത് സാപ്പ് സക്കിങ് ആയിട്ടുള്ള, അതായത് നമ്മളെ പ്ലാന്റ്സിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് സക്ക് ചെയ്യുന്ന ഇൻസെക്റ്റിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെറ്റാസിസ്റ്റോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്സിഡ് മെറ്റോൺ മീത്തേൻ എന്ന് പറയുന്ന കെമിക്കലാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈസ് എ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് സാപ്പ് സക്കിങ് പെസ്റ്റ് ലൈക്ക് അഫൈഡ്സ്, അതുപോലെ തന്നെ വൈറ്റ് ഫ്ലൈസും അഫൈഡ്സും ഒക്കെ എന്താണ്, സാപ്പ് സക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള ലിക്വിഡ് പാർട്ട് സക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂട്രീഷൻ കണ്ടെത്തുന്ന ലിവിങ് ബീങ്സ് ആണ്, അല്ലെങ്കിൽ പേസ്റ്റുകളാണ്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി മെറ്റാസിസ്റ്റോക്സ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കലാണ് നമ്മൾ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ
ചിലപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഇൻസെക്ടിസൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളും എന്ത് ചെയ്യുക, കുറച്ചുകൂടി അറിഞ്ഞിരിക്കുക. സോ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ടു മീറ്റ് ദ ഇൻക്രീസിങ് ഡിമാൻഡ് ഓഫ് ഫുഡ് there have been several revolutions. അതായത് ഫുഡിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്, ഇൻക്രീസിങ് ഡിമാൻഡ് അനുസരിച്ച് ഒരുപാട് റെവല്യൂഷൻസ് നമ്മളെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞ പോലെ ഒരുപാട് റെവല്യൂഷൻ നടന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെവല്യൂഷൻ ഈസ് ലൈക്ലി ടു ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോസ്റ്റ് ടു ദ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് മോസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്ലോബൽ വാർമിങ്ങിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ഗ്ലോബൽ വാർമിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിന് മേജർ ആയിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഇപ്പോൾ അഗ്രികൾച്ചർ ഒരു സർട്ടൻ ഏരിയയിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്നാണ് അതിന് വിളിക്കുക. അഗ്രികൾച്ചറിൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ലൈക്ക് നമ്മൾ വീറ്റ്, റൈസ് ഒക്കെ കൂടുതലായിട്ട് മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ ഒരു ഈൽഡ് എടുക്കുന്ന ഫീൽഡിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കൂടുതലായിരിക്കും. ലൈക്ക് ലിവിങ് ബീങ്സ് ആണ് അവർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ കൂടുതലായിരിക്കും. ഫോട്ടോസിന്തസിസ് നടക്കാത്ത സമയത്ത് കേട്ടോ, ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് എമിഷൻസ് കുറവായിരിക്കും. എന്നാലും ഫോട്ടോസിന്തസിസ് നടക്കാത്ത സമയം നൈറ്റ് ടൈമിലൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സോ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുന്നുണ്ട്, എമൗണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കൂടുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അതെന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ് നമുക്ക് പറയാൻ പറ്റും. സോ ഗ്രീൻ റവല്യൂഷൻ ആണ് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കൗ മിൽക്ക്, ഗോട്ട് മിൽക്ക്, ഇതിൻ്റെയൊക്കെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുള്ള മാസ് പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ വൈറ്റ് റവല്യൂഷൻ എന്ന് വിളിക്കുക. ഇനി ബ്ലൂ റവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷസിനെ മാസ്സായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മൾ ഓഷ്യൻസിലും അതുപോലെ തന്നെ മറൈൻ ആയിട്ടുള്ള ഹാബിറ്റാറ്റിലും ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ മറൈൻ ഹാബിറ്റേറ്റിലൊക്കെ നമ്മൾ ഫിഷസിനെ ഗ്രോ ചെയ്ത് മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലൂ റവല്യൂഷൻ എന്ന് വിളിക്കുക. ഇനി സിൽവർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എഗ്ഗിനെ, നമ്മൾ പൗൾട്രിയിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോയിൽസ്, അതുപോലെ തന്നെ ബേർഡ്സ്, ഹെൻസ്, ഇങ്ങനെ നിന്ന് നമുക്ക് ഒരുപാട് എഗ്സ് കിട്ടും, റൈറ്റ്? ആ എഗ്സിനെ നമ്മൾ മാസ് പ്രൊഡക്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനാണ് നമ്മൾ ഈ ഒരു സിൽവർ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഗ്രീൻ റവല്യൂഷൻ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, മേജർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രീൻ റവല്യൂഷൻ ആണ് ഗ്ലോബൽ വാർമിങ്ങിന് മേജർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഗ്രീൻ റവല്യൂഷൻ റെഫേർഡ് ടു ഇൻക്രീസ് ഗ്രീൻ പ്രൊഡക്ഷൻ ലൈക്ക് വീറ്റ്, പാഡി, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ആണ് കൂട്ടിയിട്ടുള്ളത്. ഹൈ ഈൽഡ് അഗ്രികൾച്ചർ ഹാസ് ഡ്രമാറ്റിക് എഫക്ട്സ് ഓൺ ദ എമൗണ്ട് ഓഫ് carbon cycling in the atmosphere നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി the way in which farms are grown in tandem with the seasonal carbon cycling of various crops could alter the impact of carbon in the atmosphere has on global warming. അതായത് ഓരോ സമയത്തും ഡിഫറെൻ്റ് ആയുള്ള ക്രോപ്സുകളായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക ആ ഫീൽഡിൽ. സോ അവിടെ ഉണ്ടാവുന്ന കാർബൺ സൈക്കിളിൽ ഒരു ആൾട്ടറിങ് നടക്കും. ചില സമയത്ത് കാർബൺ കുറവായിരിക്കും, ചില സമയത്ത് കാർബൺ കൂടുതലായിരിക്കും. ഇത് ഡയറക്ട്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഗ്ലോബൽ വാർമിങ്ങിലേക്കാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ടിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ബ്ലൂ റവല്യൂഷൻ എന്താണ്, വൈറ്റ് റവല്യൂഷൻ എന്താണ്, സിൽവർ റവല്യൂഷൻ എന്താണെന്ന് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രീൻ റവല്യൂഷൻ വാസ് ലാർജ്ലി എ റിസൾട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പാർട്ടുമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ് MS സ്വാമിനാഥൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഹീസ് ആൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. കൂടുതലായിട്ട് 1960 to 1917 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇയർ ഗ്യാപ്പിലായിരുന്നു, ആ ഇയർ ടൈമിങ്ങിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് വീറ്റിൻ്റെയും പാഡിയുടെയും പുതിയ വെറൈറ്റീസ് കൊണ്ടുവന്നത്. അതിൻ്റെ മാസ് പ്രൊഡക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതും MS സ്വാമിനാഥനാണ്. അങ്ങനെയാണ് ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ, അല്ലെങ്കിൽ ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ ഫാദർ എന്ന് നമ്മൾ MS സ്വാമിനാഥനെ വിളിക്കുന്നത് കേട്ടോ. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി വെക്കുക. ആനിമൽ ഹസ്ബൻഡറി പ്രോഗ്രാംസ് ആണോ, അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തുന്നതിനാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്? അല്ല. ഇനി നമുക്ക് നോക്കാം. ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് റൈസ് ആൻഡ് വീറ്റ് ത്രൂ പ്ലാന്റ് ബ്രീഡിംഗ് ആണോ? യെസ്, പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ പുതിയ ഹൈബ്രിഡ് വെറൈറ്റി ലൈക്ക് നമ്മൾ MS സ്വാമിനാഥനെ പോലെയുള്ള MS സ്വാമിനാഥനാണ് ഇതിന് ഇൻട്രൊഡക്ഷൻ കൊണ്ടുവന്നുള്ളത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള റൈസിനും വീറ്റിയും മേജർലി മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്കവറി ഓഫ് DNA ഡിസ്കവറി ആണോ?
DNA ഡിസ്കവറി അല്ല, ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസസ് ആണ് അല്ല, ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസ് അല്ല, ഹൈ ഈൽഡ് വെറൈറ്റീനെ നമ്മൾ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് എ ബ്രീഡ്? എന്താണ് ഒരു ബ്രീഡ്? നമ്മൾ ഒരുപാട് ബ്രീഡുകളെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്കിപ്പോൾ കൗവിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ബുള്ളിലാണെങ്കിലും ബുഫലാലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ബ്രീഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഗോട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് നമ്മുടെ ഡോഗിൽ പോലും, ഈവൻ നമ്മൾ ഡോഗിൽ പോലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ബ്രീഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവണം. ക്ലോൺ ഓഫ് അനിമൽസ്, അതായത് ഒരേപോലെ ഒരു ആനിമലിൻ്റെ അതേ കോപ്പി, അതിൻ്റെ കോപ്പിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുക. അല്ല, അതിൻ്റെ കോപ്പിനല്ല നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുക. ആനിമൽസ് നോട്ട് റിലേറ്റഡ് അറ്റ് ഓൾ, അതായത് ഒരേപോലെ നിൽക്കുന്ന ആൾക്കാരെയാണ് സെയിം ബ്രീഡ് നമ്മൾ വിളിക്കുക. അപ്പം റിലേഷൻ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുക. നോട്ട് റിലേറ്റഡ് അറ്റ് ഓൾ എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെൻറ്റ്, അതായത് അവരുടെ ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നേ ഉള്ള ജനറേഷൻസ്, അതിനാണ് ഡിസെൻസ് വിളിക്കുക. ബൈ ഡിസെൻറ്റ്, അതായത് അവർ ഉണ്ടായി വന്നിട്ടുള്ളത് ഒരു കോമൺ ആയിട്ടുള്ളൊരു പാത്ത് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ആളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ബ്രീഡിൽ നിന്നായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആൻഡ് സിമിലർ ഈസ് ദ മോസ്റ്റ് ക്യാരക്ടർ, സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ്, ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ലൈക്ക് അവരുടെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് പുറത്തുനിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ നമ്മൾ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സ് അല്ലെ, നമ്മൾ പുറത്തുനിന്നുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും സിമിലർ ആയിരിക്കും. ഓക്കെ, അവരുടെ ഫൈലോജനറ്റിക് ക്യാരക്ടേഴ്സ് സിമിലർ ആയിരിക്കും. ജീനോ ടൈപ്പ് ഡിഫറെൻ്റ് ആണെങ്കിലും ഫിനോ ടൈപ്പ് എന്തായിരിക്കും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി ഡിസെൻഡ് എന്താണ്, അവരുടെ ആൻസിസ്റ്റർ സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്രീഡ് എന്ന് വിളിക്കുക. ആ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഫ്രം ഡിഫറെൻറ്റ് സ്പീഷീസ് ആണോ, ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ആനിമൽസിനെയാണ് നമ്മൾ വിളിക്കുക. അല്ല, ഇതുമല്ല. അപ്പോൾ ബ്രീഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ഡിസെൻറ്റ് ആൻഡ് സിമിലർ ഇൻ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് നോക്കാം. ബ്രീഡ്സ് ആർ ജനറിക്കലി സിമിലർ ഗ്രൂപ്പ്സ് ഓഫ് ആനിമൽസ് ദാറ്റ് ഷെയർ ട്രേറ്റ്സ് ലൈക്ക് സൈസ്, ഷേപ്പ്, പ്രൊഡക്ഷൻ എബിലിറ്റീസ്, അതായത് റീപ്രൊഡക്ഷൻ എബിലിറ്റീസ്, അതുപോലെ തന്നെ ഷേപ്പ്, സൈസ് ഒക്കെ ഒരുപോലെയുള്ള ആളുകളെയാണ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെയാണ് നമ്മൾ ബ്രീഡ് എന്ന് വിളിക്കുക കേട്ടോ. ഈ കാര്യം മനസ്സിലാക്കുക. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്? പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ പ്രൈമറി ഗോൾ എന്താണെന്ന് ചോദിച്ചില്ല. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യണോ? അതല്ല. പേർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ടു ക്രിയേറ്റ് ന്യൂ വെറൈറ്റീസ് വിത്ത് ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക്, അല്ലേ? നമുക്ക് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള പുതിയ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് വിളിക്കുക. സോ ഒരു സ്പീഷീസിൽ മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പർപ്പസ്ഫുൾ, അതായത് നമുക്ക് എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും അല്ലേ, റൈറ്റ്? നമുക്കൊരു ലൈക്ക് നമ്മൾക്ക് ഒരു ടോൾ ആയിട്ടുള്ള ട്രീ ഉണ്ടാവും, അതിൽ നിന്ന് നമുക്കൊരു ഷോർട്ട് ആയിട്ടുള്ള ട്രീയിൽ നന്നായിട്ട് ഈൽഡ് ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ ഇതിന് രണ്ടിനെയും നമുക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടോൾ ആയിട്ടുള്ള നല്ല ഈൽഡ് കിട്ടുന്ന പ്ലാന്റിനെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ആണ് ടു ക്രിയേറ്റ് ന്യൂ വെറൈറ്റീസ് വിത്ത് ഡിസൈഡ് ക്യാരക്ടേഴ്സ്. നമുക്ക് ആഗ്രഹമുള്ള ആ ക്യാരക്ടേഴ്സ് വെച്ചുള്ള പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എൻകറേജ് നാച്ചുറൽ സെലക്ഷൻ ഇൻ ദ വൈൽഡ്. നാച്ചുറൽ സെലക്ഷൻ എൻകറേജ് ചെയ്യാനാണോ? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നാച്ചുറിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നാച്ചുറിൻ്റെ ആ ഒരു നാച്ചുറൽ സെലക്ഷൻ ഉണ്ട് അല്ലേ, ലൈക്ക് നമ്മൾ പ്രിഡേറ്റേഴ്സ് ഉണ്ടാവും, പ്രിഡേറ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും സെലക്ട് ചെയ്യാത്തതൊക്കെ ഓർഗാനിസം ഉണ്ടാവും. ആ നാച്ചുറൽ സെലക്ഷൻ ഇൻ ദ വൈൽഡ് ആണോ? അല്ല, അതല്ല മെയിൻലി അത് ഫോക്കസ് ചെയ്യുന്നത്. ഡിക്രീസ് ദ ഈൽഡ് ഓഫ് ക്രോപ്സിൻ്റെ ഈൽഡ് കുറയ്ക്കാനാണോ നോക്കുക, ഈൽഡ് കൂട്ടാനാണ്, ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ ന്യൂ വെറൈറ്റീസിന് എന്ത് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. സോ ഈ കാര്യം എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഏതാണ്? ഇത് ബ്രീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിൽ ഔട്ട് ബ്രീഡിങ്, ക്രോസ് ബ്രീഡിങ്, അതുപോലെ തന്നെ ഇൻ ബ്രീഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത് അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ്, ലൈക്ക് സെയിം ബ്രീഡ് ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രീഡ് ആവാം. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഡോഗിൻ്റെ കേസിലെടുക്കാം. ഡോഗിൻ്റെ കേസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സ് ഉണ്ട്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സോ അല്ലെങ്കിൽ സെയിം അൺറിലേറ്റഡ് ആയിട്ടുള്ള സെയിം ബ്രീഡിലുള്ള ആനിമൽസോ തമ്മിൽ ബ്രീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കണം. ഓക്കെ, അവരുടെ ഡിസെൻഡ് ആയിട്ട് സെയിം ആയിരിക്കരുത്. അവർ സെയിം ബ്രീഡ് ആവാം, ബട്ട് എന്താ വരുത്, സെയിം ബ്രീഡ് ആവാം ബട്ട് റിലേഷൻ ഉണ്ടാവരുത്. ലൈക്ക് അവരുടെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത് സെയിം ഓർ ഡിഫറെൻറ്റ് ബ്രീഡ് ആവാം,
അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കണം ബ്രീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഈ റീപ്രൊഡക്ഷനിൽ മീറ്റിംഗ് കാര്യങ്ങൾ അതൊക്കെ നടക്കണ്ടേ. ഇനി ഇൻബ്രീഡിങ് ബിറ്റ്വീൻ റിലേറ്റഡ് ആനിമൽസ്, അതായത് റിലേഷൻ ഉള്ള ആനിമൽസ് തമ്മിൽ ബ്രീഡ് ചെയ്യുന്നതിനാണ് ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കുക. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ബ്രീഡ്സ്, അതായത് രണ്ട് ഡിഫറെൻറ്റ് ബ്രീഡ്സ് തമ്മിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ബ്രീഡിങ് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഏതാണ് ഇതിൽ കറക്റ്റായിട്ട് വരിക. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് തമ്മിൽ അല്ലേ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബ്രീഡ്സ് തമ്മിലുള്ള ഒരു ബ്രീഡിങ്ങിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുക. സോ ബ്രീഡിംഗ് ബിറ്റ്വീൻ റിലേറ്റഡ് ആനിമൽസ് എന്ന് പറയുന്നത് റോങ് ആണ്. സോ കറക്റ്റ്ലി അല്ല അത് മാച്ച് ചെയ്തുള്ളത്. ഇനി ക്രോസ് ബ്രീഡിംഗ് നോക്കാം. ഇൻ ബ്രീഡിംഗ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് സെയിം ബ്രീഡ്, സെയിം ബ്രീഡിലുള്ള ആനിമൽസ് തമ്മിൽ ബ്രീഡ് ചെയ്യുന്നതിന് ഇൻ ബ്രീഡിംഗ് എന്നാണ് വിളിക്കുക. ക്രോസ് ബ്രീഡിംഗ് എന്നാണോ? അല്ല, ക്രോസ് ബ്രീഡിംഗ് എന്നല്ല. അപ്പം ഇൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെയിം ആയിട്ടുള്ള സെയിം ബ്രീഡ് തമ്മിലുള്ള ആ ഒരു ബ്രീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻ ബ്രീഡിംഗ് എന്ന് വിളിക്കുക. ക്രോസ് ബ്രീഡിംഗ് അതല്ല. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സ് തമ്മിലുള്ള ബ്രീഡിംഗ് ആണ്. ഇനി ഔട്ട് ബ്രീഡിംഗ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് ആനിമൽസ് ഓഫ് സെയിം ബ്രീഡ്, അതായത് സെയിം ബ്രീഡിൻ്റെ എന്താണ് അൺറിലേറ്റഡ് ആനിമൽസ് തമ്മിലുള്ള ബ്രീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ എന്താ വിളിച്ചത്? നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഔട്ട് ബ്രീഡിങ് അൺറിലേറ്റഡ് ആനിമൽസ് ആണ്. ഇവിടെ ഔട്ട് ബ്രീഡിങ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് ആനിമൽസ് ഓഫ് ദി സെയിം ബ്രീഡ് അല്ലേ, സെയിം ബ്രീഡ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് കറക്റ്റായിട്ട് വരിക. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ബ്രീഡ് ആവാം, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രീഡ് ആവാം. അവർ തമ്മിലുള്ള ഒരു ബ്രീഡിങ്ങിനെയാണ് നമ്മൾ അൺറിലേറ്റഡ് ആനിമൽസിൻ്റെ ബ്രീഡിങ്ങിനെയാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് എന്ന് വിളിക്കുക. ബ്രീഡിംഗ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ഡിഫറെൻറ്റ് ബ്രീഡ്സ് ആണോ? അല്ല, സെയിം ബ്രീഡിംഗ് അല്ലെങ്കിൽ സെയിം ബ്രീഡുകൾ തമ്മിലുള്ള ബ്രീഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇൻ ബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പേര് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഈ കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻ ബ്രീഡിംഗ് എന്താണ്, ഔട്ട് ബ്രീഡിംഗ് എന്താണ്, ക്രോസ് ബ്രീഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. So we are moving to the next question. Next question നമുക്ക് നോക്കാം. Variety produced by crossing plants with desirable characters is called high yielding variety. The high yielding variety of wheat is, അതായത് വീറ്റിൻ്റെ ഹൈ yielding variety ഏതാണ്? അതായത് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള രണ്ട് സ്പീഷീസ് തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ വെറൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റിനെ അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് വെറൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് വീറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഡെക്കാൻ 101 അല്ലെങ്കിൽ 101 എന്ന് പറയുന്നൊരു വെറൈറ്റി തന്നിട്ടുണ്ട്. ഇത് മീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചോളത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. മീസ് ഓർ കോണിൻ്റെ വെറൈറ്റിയാണ്. സൊനാലിക എന്ന് പറയുന്നത് വീറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ജയ എന്ന് പറയുന്നത് റൈസിൻ്റെ ഒരു വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. IR8 അല്ലെങ്കിൽ IR8 എന്ന് പറയുന്നത് റൈസിൻ്റെ ഒരു വെറൈറ്റിയാണ്. സോ ഇതിൽ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. കാരണം സൊനാലികയാണ് എന്താ വീറ്റിൻ്റെ ഹൈ ഈൽഡിങ് വെറൈറ്റി വരുന്നത്. സോ നമുക്ക് നോക്കാം. സൊനാലിക ഈസ് വൺ ഓഫ് ദ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് വീറ്റ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ഗ്രീൻ റവല്യൂഷൻ. നമ്മൾ ഗ്രീൻ റവല്യൂഷൻ പറഞ്ഞു, MS സ്വാമിനാഥനൊക്കെ പറഞ്ഞു. In India, it was bred better resistance to disease and higher yield potential. അതായത് ഹൈ yield potential ആണ്, അതുപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റൻറ്റും ആയിരുന്നു സൊനാലിക എന്ന് പറയുന്ന സോന മീൻസ് ഗോൾഡ് എന്നാണ്, ഗോൾഡൻ കളറിലുള്ള വീറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഒന്ന് റിമെമ്പർ ചെയ്യാൻ നമ്മൾ ഇങ്ങനെയുള്ള കോഡുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും സൊനാലിക എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എന്താ നമ്മുടെ ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് വീറ്റ് എന്ന് പറയുന്ന. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നോക്കാം. ദ ഫിനോമിന ഓഫ് യൂസിങ് എ പ്രിഡേറ്റർ ടു കൺട്രോൾ പെസ്റ്റ് ഈസ് കോൾഡ്. അതായത് ഒരു ഫിനോമിന, ഏത് ഫിനോമിന യൂസിങ് എ പ്രിഡേറ്റർ, അതായത് അതിൻ്റെ നാച്ചുറൽ പ്രിഡേറ്ററിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ് എന്താ വിളിക്കുക? ആർട്ടിഫിഷ്യൽ കൺട്രോൾ എന്നാണോ? ആർട്ടിഫിഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ട്രാപ്സോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെസ്റ്റിനെ കളക്ട് ചെയ്യുന്നതിനാണ് ആർട്ടിഫിഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുക. അതിനെ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രിഡേറ്ററിനെ യൂസ് ചെയ്തിട്ടല്ല. ഇനി ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൻ്റെ ബയോളജിക്കൽ ആയിട്ടുള്ള അതിൻ്റെ പ്രിഡേറ്ററിനെ യൂസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ എന്ന് വിളിക്കുക. സോ ബയോളജിക്കൽ കൺട്രോളാണ് നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് അതിൻ്റെ പ്രിഡേറ്ററിനെ യൂസ് ചെയ്തിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്. ഇനി കൺഫ്യൂഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫെറമോൺസ്, ലൈക്ക് അതിൻ്റെ ഫെറമോൺസ് ഉണ്ടാവും, സർട്ടൻ ഫെറമോൺസ് ലൈക്ക് കെമിക്കൽസ് ആണ്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അവരുടെ മീറ്റിനെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ റീജിയൻ മാർക്ക് ചെയ്യാനൊക്കെ അവർ ഫെറമോൺസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മീറ്റിങ്ങിനാണ് കൂടുതലായിട്ട് ഈ ഫെറമോൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസും മെയിൽസും തമ്മിൽ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫെറമോൺസ് വിളിക്കുക. ആ ഫെറമോൺസ് യൂസ് ചെയ്തിട്ട് ആനിമൽസിനെ കൺഫ്യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് കൺഫ്യൂഷൻ ടെക്നിക്ക്. അത് പെസ്റ്റിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഒരു ഓർഗാനിസത്തിനകത്ത് അതിൻ്റെ ജീന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനാണ്, അല്ലെങ്കിൽ ജീൻ മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം, അതായത് ആ ഓർഗാനിസത്തിന് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ മാറ്റുന്നതിനാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഇതിൽ ആർട്ടിഫിഷ്യൽ കൺട്രോൾ അല്ല, ബയോളജിക്കൽ കൺട്രോളാണ് കറക്റ്റായിട്ട് ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഈസ് ട്രൂ അബൌട്ട് IPM? IPM എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ് IPM എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് നോക്കാം, ഇറ്റ് എൻഷുവർ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി, പെസ്റ്റിനെ ടോട്ടലി ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്യുന്നതിനല്ല നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. സോ ഇത് റോങ് ആണ്. ഇറ്റ് കോസസ് സിവിയർ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. നാച്ചുറൽ ആയിട്ട് അതിൻ്റെ പെസ്റ്റിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക. ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻഡ് ലിമിറ്റ് ദെയർ നമ്പർ വിതൗട്ട് ലോസ് ഓഫ് ക്രോപ്പ്. അതായത് നമ്മളെ ക്രോപ്പ് നമുക്ക് നഷ്ടപ്പെടാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എമൗണ്ട് കുറച്ച് വരുന്നു, അല്ലെങ്കിൽ പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇനി ക്രോപ്പ് ലോസ് ഒക്കർ, ക്രോപ്പ് നമുക്ക് എന്ത് ചെയ്യരുത്, ലോസ് ആവരുത്. ക്രോപ്പ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻസെക്ടിസൈഡോ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എടുത്തത് എന്താണ്, റോങ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ബെറ്റർ ആയില്ല അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ആയുള്ള കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് the manipulation of pest and to limit their number without loss of crop എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് നോക്കാം. IPM uses biological, mechanical, cultural and chemical methods in combination to manage pest sustainably. ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ബയോളജിക്കൽ കൺട്രോൾ ആയിരിക്കും, ചിലപ്പോൾ മെക്കാനിക്കൽ കൺട്രോൾ ലൈക്ക് ട്രാപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫെറോമോൺ ട്രാപ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി കൾച്ചറായുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. കെമിക്കൽസ് ലൈക്ക് ഫെറോമോൺസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പെസ്റ്റിനെ മാനേജ് ചെയ്യുക, അതിൻ്റെ എമൗണ്ട് കുറച്ച് വരാം വിതൗട്ട് ദ ലോസിങ് ക്രോപ്പിനെ ലോസ് ചെയ്യാണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണെന്ന് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫെറോമോൺ കോട്ടഡ് പേപ്പർ സ്റ്റിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫെറോമോണിൻ്റെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസം ഓഫ് ദ സെയിം കൈൻഡ് ടു അട്രാക്ട് ഇൻ ദ ടൈം ഓഫ് മീറ്റിംഗ്. അതായത് മീറ്റിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ അവരുടെ സെക്ഷുവൽ ഡിസയർ വരുന്ന സമയത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ ആ ഫെറമോൺ എന്ന് പറയുന്ന ഇറ്റ്സ് ലൈക്ക് എ ഹോർമോൺ. അതായത് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്, ലൈക്ക് എ ഹോർമോൺ ആണ്. ഹോർമോൺ നമ്മൾ ബോഡിക്ക് അകത്താണെങ്കിലും ഫെറമോൺ പുറത്തേക്കായിരിക്കും ഉണ്ടാവും കേട്ടോ. ഇനി സ്ട്രിപ്സ് ഇൻ ദ കൺഫ്യൂഷൻ ടെക്നിക് ആർ ത്രോൺ ഓവർ ആൻ ഏരിയ ടു. അതായത് എന്തിനാണ് കൺഫ്യൂഷൻ ടെക്നിക്കിൽ ഫെറമോൺ കോട്ടഡ് പേപ്പർ സ്റ്റിപ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺഫ്യൂഷൻ മെയിൽസ് സോ ദാറ്റ് ദേ ആർ അനേബിൾ ടു ലൊക്കേറ്റ് ഫീമെയിൽസ്. അതായത് ഇതാണ് കറക്റ്റായിട്ട് വരിക. അതായത് മെയിൽസിനെ കൺഫ്യൂഷൻ ചെയ്യും, ഫീമെയിൽസ് ഒരു ഫെറമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, അതിന് അട്രാക്ഷനിലാണ് എന്ത് ചെയ്യുക, മെയിൽ ആ ഫീമെയിലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. സോ ആ ഒരു കാര്യം നടന്നാലാണ് പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. അവരുടെ മീറ്റിംഗ് നടന്നാലല്ലേ ഒരു പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. സോ ആ ഒരു കാര്യം ഇല്ലാണ്ടിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ബ്രീഡിങ് അല്ലെങ്കിൽ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മെയിൽസിന്. അതിനാണ് കൺഫ്യൂഷൻ ടെക്നിക്കായിട്ട് ഫെറമോൺ കോട്ടഡ് പേപ്പർ സ്ട്രിപ്സ് ഓരോ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇടും. അത് ഇറ്റ് കൺഫ്യൂസ് ദ മെയിൽ ഫ്രം ദ ഫീമെയിൽ. ഫീമെയിലിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുള്ളൂ. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ എ ആയിരിക്കും ഇല്ല റൈറ്റ് ആൻസർ ആയിട്ട് വരാം. റിപ്പൽ ഇൻസെക്ട് ഫ്രം റീജിയനിൽ നിന്ന് ഇൻസെക്റ്റിനെ റിപ്പൽ ചെയ്യാനല്ല നമ്മൾ ഫെറമോൺ യൂസ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യാനാണ് കേട്ടോ. ഇനി കൺഫ്യൂസ് ഫീമെയിൽ സോ ദാറ്റ് ദേ ആർ അനേബിൾ ടു ലൊക്കേറ്റ് മെയിൽസ് അല്ല, മെയിൽസിനെ അട്രാക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൽസിനെ അട്രാക്ട് ചെയ്തിട്ട് ഫീമെയിലിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൺഫ്യൂസ് ആക്കുന്ന ഒരു ടെക്നിക്കാണ് കൺഫ്യൂഷൻ ഫെറമോൺ കോട്ടഡ് പേപ്പർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇനി അട്രാക്ട് ഇൻസെക്ട് ടു കിൽ ദം ആണോ, അവരെ കില്ല് ചെയ്യാനല്ല, അവരെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈസിലി പറയാൻ പറ്റും ഫെറമോൺ ട്രാപ്സ് ഡിസ്ട്രക്ട് മീറ്റിംഗ് ബൈ മിസ്ലീഡിങ് മെയിൽ ഇൻസെക്ട്സ് റിഡ്യൂസിങ് റീപ്രൊഡക്ഷൻ വിത്തൗട്ട് കെമിക്കൽസ്. അതായത് റീപ്രൊഡക്ഷനെ അല്ലെങ്കിൽ മീറ്റിങ്ങിനെ എന്താണ് ഡിസ്ട്രപ്റ്റ് ചെയ്യാണ് വിതൗട്ട് ലൊക്കേറ്റിംഗ് ദ ഫീമെയിലിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മീറ്റിംഗ് നടക്കില്ല. അപ്പം മീറ്റിംഗ് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് വിതൗട്ട് ദ കെമിക്കൽസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീപ്രൊഡക്ഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വീഡ് ഹാസ് ബീൻ ഇറാഡിക്കേറ്റഡ് ബൈ ബയോളജിക്കൽ കൺട്രോൾ. അതായത്
അതിൻ്റെ നാച്ചുറൽ പ്രിഡേറ്ററിനെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡിലൂടെ ഒരു വീടിനെ നമ്മൾ കടഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്? ക്രൈസാന്തിമമാണോ, കാക്ടസ് ആണോ, പാർത്തീനിയാണോ, ഐക്കോർണിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ വീടാണ് കേട്ടോ. കാക്ടസ് സർട്ടൺ ഏരിയയിൽ വീടാണ്, ക്രൈസാന്ത്യം സർട്ടൺ ഏരിയയിൽ വീടാണ്. അതുപോലെ തന്നെ പാർത്തീനിയം, ഐക്കോർണിയൊക്കെ നമ്മുടെ നാടുകളിൽ തന്നെ ഇപ്പം വേരിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വാട്ടർ ബോഡീസിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വളരുന്ന ഒരു വീടാണ് കേട്ടോ. നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വീടുകളാണ് ഐക്കോർണിയ എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ഓർഗാനിസങ്ങൾക്ക്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വൈൽഡ് ഓർഗാനിസം, നമ്മളുടെ ഓർഗാനിസത്തിന് കുറച്ചുകൂടി എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ദ പ്രിക്ലി പിയർ കാക്ടസ് വാസ് ഫേംലി ഇറാഡിക്കേറ്റഡ് ഇൻ ഓസ്ട്രേലിയ ബൈ ഇൻട്രൊഡ്യൂസിങ് എ സ്പെസിഫിക് മോത്ത് കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം. അതായത് കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം എന്ന് പറയുന്ന ഒരു മോത്തിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഓസ്ട്രേലിയ എന്ത് ചെയ്തു? അവിടെ കാക്ടസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വന്നു. കാരണം കാക്ടസിനെ കഴിക്കും ആര്? ഈ കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം എന്ന് പറയുന്ന ഈ ഒരു മോത്ത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എന്തായി? അതായത് വീട് നശിച്ചുപോയി. സോ നമുക്ക് ആ വീടിന് കംപ്ലീറ്റ്ലി അവിടെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാർത്തീനിയം, വൈ ബയോളജിക്കൽ കൺട്രോൾ ഏജൻറ്റ്സ് ലൈക്ക് മെക്സിക്കൻ ബീറ്റിൽ ഹെൽപ്പ് സപ്രസ് ഇറ്റ്സ് ഗ്രോത്ത് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഇറാഡിക്കേറ്റഡ്. അതായത് നമുക്ക് ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ആയിട്ടുള്ള മെക്സിക്കൻ ബീറ്റിലിനൊക്കെ യൂസ് ചെയ്തിട്ട് പാർത്തീനിയത്തിന് ഇല്ലാണ്ടാക്കാം, ബട്ട് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തില്ല. ബട്ട് കാക്ടസിനെ ഓസ്ട്രേലിയ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഐക്കോർണിയ എന്ന് പറയുന്നത് വാട്ടർ ഹയാസിന്താണ്. വാട്ടർ ഹയാസിന്തിനാണ് ഐക്കോർണിയ എന്ന് വിളിക്കുന്നത്. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് ആർ ബീങ് യൂസ്ഡ് ടു മാനേജ് വാട്ടർ ഹയാസിൻ ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഫുള്ളി ഇറാഡിക്കേറ്റ്. അവിടെ ഫുള്ളി ഇറാഡിക്കേറ്റ് ഒന്നും ചെയ്തില്ല. നമ്മുടെ നാടുകളിൽ എപ്പോഴും എന്തുണ്ട്? നമുക്ക് വാട്ടർ ഹയാസിന്തിനെ കാണാൻ പറ്റും. ക്രൈസാന്തിമം, ദിസ് ഈസ് എ കൾട്ടിവേറ്റഡ് ഫ്ലവർ. ഇത് കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ. ആൻഡ് നോട്ട് എ വീഡ് ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ഇറാഡിക്കേറ്റ് ബൈ ബയോളജിക്കൽ കൺട്രോൾ. ക്രൈസാന്തിമം എന്ന് പറയുന്നത് ഫ്ലവർ ആണ്. നമ്മൾ ഫ്ലോറികൾച്ചറിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ലൈക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയ ലൊക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ കൂടിയാണ് എന്ത്? ക്രൈസാന്തിമം എന്ന് പറയുന്നത്. സോ ഈസിലി നമുക്ക് പറയാൻ പറ്റും പ്രിക്ലി പിയർ കാക്ടസ് ആണ് നമ്മൾ ഓസ്ട്രേലിയയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വീട് എന്ന് പറയുന്നത്. സോ ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി കാക്ടസ് ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ നമുക്ക് NSE-JS കുറച്ച് ദിവസം കൂടിയുള്ളൂ. NSE-JS ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിലുള്ള മാക്സിമം സ്കോറിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ NSE-JS അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NSE-യുടെ ഡിഫറെൻറ്റ് ഫോമിൻ്റെയും അഡ്മിറ്റ് കാർഡ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പെട്ടെന്ന് തന്നെ വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. ലൈക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്ക് സീല് കാര്യങ്ങൾ നമ്മൾ ഫോട്ടോ ഫിക്സ് ചെയ്തുള്ള അഡ്മിറ്റ് കാർഡാണ് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ഒക്കെ നന്നായിട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് NSE-JS റിലേറ്റ് ചെയ്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലായിരിക്കും വരിക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.